ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ആൻറ്റി മാജിക് യൂസറും ബ്ലാക്ക് ബിൾ സ്ക്വാഡിൻ്റെ മെമ്പറായ ആസ്റ്റേൻ്റെ കഥയെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പോയിലർ വാണിംഗ്. ഈ വീഡിയോയിൽ ബ്ലാക്ക് ക്ലോവർ ആനിമെ ഫുൾ കാണാത്തവർക്ക് സ്പോയിലേഴ്സ് കാണും. സോ ഒട്ടും സമയങ്ങളത് വീഡിയോയിലേക്ക് കടക്കാം. ആസ്റ്റയും യൂനയും കുട്ടികളായ സമയത്ത് തന്നെ അവരുടെ പാരൻസ് അവരെ ഹേജ് വില്ലേജിൽ ഒരു ചർച്ചിൻ്റെ മുന്നിൽ ഉപേക്ഷിച്ചായിരുന്നു. ആൻഡ് അവരവരുടെ കൊച്ചുനാൾ മുതൽ ആ ചർച്ചിലായിരുന്നു വളർന്നത്. ഒരു ദിവസം അവർ കടയിൽ നിന്ന് ചർച്ചിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആസ്ത കുറച്ച് പേര് നോബൽ റീജിയൻ്റെ നല്ല ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നതും ഫോർസേക്കൻ റീജിയനിൽ ജീവിക്കുന്നവരുടെ മേളിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കും. ഇത് കേട്ടതും ആസ്ത ആദ്യമായിട്ട് വിസാർഡ് കിങ് ആവണമെന്ന് വിചാരിക്കും, ഹേജ് വില്ലേജിൻ്റെ മേളിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ തീർക്കാൻ വേണ്ടി. കുറച്ച് നാളുകൾക്ക് ശേഷം യൂനോൻ്റെ മാല കുറച്ച് പേര് മോഷ്ടിക്കാൻ നോക്കിയപ്പോൾ ആസ്ത അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് യൂനോൻ്റെ മാല തിരിച്ചെടുക്കാൻ നോക്കും. ആസ്ത ഫൈറ്റ് ചെയ്ത് മാല തിരിച്ചെടുക്കാൻ സക്സസ്ഫുൾ ആയെങ്കിലും ആസ്തയുടെ ദേഹത്ത് ഒരുപാട് ഗുരുതരമായ പരിക്കുകളേറ്റായിരുന്നു. ഈ ഫൈറ്റിന് ശേഷം ആസ്തയുടെ മേളിലേറ്റ മുറിവുകളെല്ലാം സിസ്റ്റർ ലിലി അവരുടെ മാജിക് യൂസ് ചെയ്ത് ഹീൽ ചെയ്യും. ഒരു ദിവസം ആസ്തയും യൂനയും ഹാജ് എന്ന് പറയുന്നൊരു കാട്ടിലൊരു മലമുകളിൽ പോയി നിൽക്കും. എന്നിട്ട് ആസ്ത പറയും, നമ്മൾ ചോര കൊണ്ട് റിലേറ്റഡ് അല്ലെങ്കിലും സഹോദരന്മാരെ പോലെയാണെന്ന്. നമുക്ക് ഇനിയും കൂട്ടുകാരെ കിട്ടുമ്പോൾ അവരെയും ഫാമിലീനെ പോലെ കാണണമെന്ന് യൂനോയിനോട് പ്രോമിസ് ചെയ്യാൻ പറയും. യൂനോ പ്രോമിസും ചെയ്യും. ആസ്തയ്ക്കും യൂനോയിനും സമയം കിട്ടുമ്പോഴൊക്കെ അവരവരുടെ മാജിക് പ്രാക്ടീസ് ചെയ്യും. മോസ്റ്റ്ലി ആസ്ത യൂനോൻ്റെ വിൻഡ് മാജിക് തടുക്കാനായിരിക്കും നോക്കുന്നത്. യൂനോ ആസ്തയോട് പറയും, നിനക്കെൻ്റെ വിൻഡ് മാജിക് തടുക്കാൻ പറ്റൂല. ആസ്ത തോൽവി സമ്മതിക്കാതെ എന്നിട്ടും ഒരുപാട് സമയം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവസാനം യൂനോയിൻ്റെ വിൻഡ് മാജിക് ആസ്ത തടുത്ത് യൂനോൻ്റെ മുകളിലൊരു അറ്റാക്ക് ലാൻഡ് ചെയ്യും. എന്നിട്ട് ആസ്ത യൂനോയിനോട് പറയും, അവൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് വെച്ചാൽ ഒരിക്കലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സാണെന്ന്. വർഷങ്ങൾക്ക് ശേഷം ആസ്ത അവൻ്റെ പ്രണയം സിസ്റ്റർ ലില്ലിൻ്റെ മുമ്പിൽ കൺഫസ് ചെയ്യും. ആൻഡ് സിസ്റ്റർ ലില്ലി അത് റിജക്റ്റും ചെയ്യും. ഇത് ഓൾമോസ്റ്റ് 1000ാമത്തെ തവണയാണ് ആസ്ത സിസ്റ്റർ ലില്ലിനെ പ്രപ്പോസ് ചെയ്യുന്നത്. സിസ്റ്റർ ലില്ലി ആസ്തേനെ റിജക്റ്റ് ചെയ്തത് ആസ്ത കേൾക്കാത്തത് കൊണ്ട് സിസ്റ്റർ ലില്ലി അവളുടെ മാജിക് യൂസ് ചെയ്ത് ആസ്തേനെ നിർത്താൻ നോക്കും. സിസ്റ്റർ ലില്ലി മാജിക് യൂസ് ചെയ്ത് ആസ്തേനെ പ്രപ്പോസ് ചെയ്യുന്നതിന് നിർത്താൻ നോക്കിയിട്ടും ആസ്ത നിർത്താത്തതുകൊണ്ട് യൂനോ അവൻ്റെ മാജിക് യൂസ് ചെയ്ത് ആസ്തേനെ നിർത്താൻ നോക്കും. യൂനോ വന്നത് ആസ്ത സിസ്റ്റർ ലില്ലിനെ പ്രപ്പോസ് ചെയ്യുന്നത് നിർത്തും. എന്നിട്ട് ആസ്ത യൂനോൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ ആസ്തേന് യൂനോയിനെ തൊടാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് ആസ്ത കാട്ടിൽ പോയി ട്രെയിനിങ് ചെയ്യാൻ നോക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്രിംവാർ അക്സെപ്റ്റൻസ് സെറിമണി നടക്കും ഹേജ് വില്ലേജിൻ്റെ അടുത്ത്. ആസ്തേനെ അവിടെ വെച്ച് ഒരു ഗ്രിംവാറും സെലക്ട് ചെയ്യത്തില്ല. ആൻഡ് ആ ഗ്രിംവാർ ടവറിലെ മാസ്റ്റർ ആസ്തയ്ക്ക് ഗ്രിംവാർ കിട്ടാത്തത് കണ്ട് ആസ്തേനോട് പറയും, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ഇയർ, നിനക്ക് ചിലപ്പോൾ അടുത്ത വർഷം ഗ്രിംവാർ കിട്ടുമായിരിക്കും എന്ന്. ആസ്തയ്ക്ക് ഗ്രിംവാർ കിട്ടാത്തത് കൊണ്ടും യൂനോ ആസ്തേനെ റൈവലായിട്ട് കാണാത്തത് കൊണ്ടും ആസ്ത വിഷമിച്ച് കാട്ടിലേക്ക് ഓടും. എന്നിട്ടൊരു മരത്തിൻ്റെ മുകളിൽ തലതിരിഞ്ഞ് തൂങ്ങിക്കിടക്കും. അപ്പോഴാണ് ആസ്ത കാണുന്ന ആരോ യൂനോയിനെ അറ്റാക്ക് ചെയ്യുന്നത്. ആസ്ത അത് കണ്ടത് യൂനോയിനെ രക്ഷിക്കാൻ വേണ്ടി പോകും. പക്ഷേ ആസ്തയ്ക്ക് മാജിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആസ്തയ്ക്ക് യൂനോയിനെ രക്ഷിക്കാൻ പറ്റിയില്ല. റെവച്ചി എന്ന് പറയുന്ന വില്ലൻ ആസ്തയുടെ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല എന്ന് പറയുന്ന വില്ല് വരെ പൊട്ടിച്ചു. ആസ്ത വരെ മനസ്സിലിങ്ങനെ ആലോചിക്കാമോ ശരിക്കും വിസാർഡ് കിങ് ആവാൻ വർത്തിയാണോ അല്ലയോ എന്ന്. അപ്പോഴാണ് യൂനോ ആസ്തേനോട് പറയുന്നത് അവൻ എത്രമാത്രം ആസ്തേനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. യൂനോ പറയുന്നത് കേട്ട് ആസ്തേൻ്റെ കോൺഫിഡൻസ് തിരിച്ചു വരും. ആൻഡ് ആസ്ത എണീക്കാൻ നോക്കും. അപ്പോഴാണ് ഒരു ഗ്രിംവാർ ആസ്തേൻ്റെ മുന്നിൽ വന്നിട്ട് അവനൊരു സ്വാഡ് കൊടുക്കുന്നത്. ഈ സ്വാഡ് യൂസ് ചെയ്ത് ആസ്ത റെവച്ചിനെ തോപ്പിക്കും. എന്നിട്ട് യൂനോന് കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്യും, അവൻ്റെ റൈവലാകുന്നതിൻ്റെ. 6 മാസങ്ങൾക്ക് ശേഷം ആസ്ത മാജിക് നൈറ്റ് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകും. ആൻഡ് അവിടെ വെച്ച് അവൻ ആദ്യമായിട്ട് യാമി സുക്കുഹീറോ, ഫിൻറലിനെയും ഗോർഡനെയും കണ്ടുമുട്ടും. മാജിക് നൈറ്റ് എക്സാമിലെ തുടക്കത്തിലുള്ള ചാലഞ്ചസ് ഒന്നും ആസ്തയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. റീസൺ ആസ്തയ്ക്ക് മാജിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന സേക്കെ എന്ന് പറയുന്നൊരു പാർട്ടിസിപ്പൻറ്റ് ആസ്തേനെ യൂസ് ചെയ്ത് സ്വന്തം ഇമേജ് നല്ലാക്കാൻ വേണ്ടി നോക്കാൻ ശ്രമിക്കും. സേക്കെ ആസ്തയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടിയിട്ട് അവൻ്റെ കൂടെ 1v1 മാച്ച് ചെയ്യാനാണ് നോക്കുന്നത്. ആസ്തയ്ക്ക് മാജിക് പവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സേക്കെ വിചാരിക്കുന്ന ആസ്തേനെ സേക്കയ്ക്ക് ഈസി ആയിട്ട് മാച്ചിൽ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ്. ആസ്തേനെ അഥവാ സേക്കനെ ഈസി ആയിട്ട് തോൽപ്പിക്കുകയാണെങ്കിൽ മാജിക് നൈറ്റ് ക്യാപ്റ്റൻസിൻ്റെ മുമ്പിൽ നല്ല പെർഫോമൻസ് കാണിക്കാനും പറ്റും സേക്കയ്ക്ക്. ആസ്തയുടെയും സേക്കയുടെയും മാച്ച് ഫിക്സ് ആയതും സേക്കെ ആസ്തേനോട് പറയും, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിൻ്റെ കൂടെ മാച്ചിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന്. നിനക്ക് മാജിക് പവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ സിമ്പിളായിട്ട് തോൽപ്പിക്കും. എന്നിട്ട് സേക്കെ ആസ്തേനോട് പറയും, നിനക്ക് വേണമെങ്കിൽ എന്നെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഞാൻ നിനക്ക് തരാമെന്ന്. എന്നിട്ട് ബാറ്റിൽ തുടങ്ങിയതിന് ശേഷം ആസ്ത പ്രത്യേകിച്ച് ഫുൾ പവറൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ സേക്കേനെ തോൽപ്പിക്കും. എന്നിട്ട് അവൻ്റെ വിസാർഡ് കിങ് ആവുന്നതിനെ പറ്റിയുള്ള പ്ലാൻസ് തറയിൽ കിടക്കുന്ന സേക്കേൻ്റെ അടുത്ത് പറയും. ആസ്ത ഫൈറ്റ് ജയിച്ചെങ്കിലും ഒരു മാജിക് നൈറ്റ് ക്യാപ്റ്റൻസിന് ആസ്തേനെ റിക്രൂട്ട് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, അവൻ്റെ അൺഫെമിലിയർ മാജിക് കാരണം. അതിനുശേഷം ബ്ലാക്ക് ബിൾ സ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻ യാമി
ആസ്തേൻ്റെ ഡിറ്റർമിനേഷൻ ചെക്ക് ചെയ്യും. ആസ്തയുടെ മനക്കരുത്ത് കണ്ടതിന് ശേഷം ആസ്തേനെ യാമി ബ്ലാക്ക് ബുൾ സ്ക്വാഡിലേക്ക് റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് ഫ്രിൻഡ്രാളിൻ്റെ സ്പേഷ്യൽ മാജിക് യൂസ് ചെയ്ത് ആസ്ത ബ്ലാക്ക് ബുൾ സ്ക്വാഡിൻ്റെ ഹെഡ് ക്വാർട്ടറിലേക്ക് പോകും. വീഡിയോൻ്റെ പാർട്ട് 1 ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത പാർട്ട് വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് കീപ് ബീയിങ് ഓസം. ബൈ.